കോഴിക്കോട് വടകരയിൽ കാരവനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാഹനത്തിലെ ജനറേറ്ററിൽ നിന്നാകാം കാർബൺ മോണോക്സൈഡ് ശരീരത്തിലെത്തിയതെന്നാണ് സൂചന. വാഹനത്തിൽ കൂടുതൽ പരിശോധന നടത്തും. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. രാവിലെ പറയേണ്ട വാർത്ത അത്ര ഹാപ്പി അല്ലെങ്കിൽ കൂടിയും അതിനകത്ത് മറ്റു ദുരൂഹതകൾ ഒന്നുമില്ല എന്ന് പോലീസ് പറയുകയാണോ? സ്ഥിരീകരിക്കണോ മിഥില? ഹാഷ്മി, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അത്ര സുഖകരമായ വാർത്തയല്ല ഈ പ്രഭാതത്തിൽ പറയാനുള്ളത്. എന്നിരുന്നാൽ പോലും ഒരു സ്ഥിരീകരണം എന്നത് മറ്റ് ദുരൂഹതയൊന്നും തന്നെ ഈ ഒരു മരണത്തിൽ, രണ്ടുപേരുടെ മരണത്തിൽ ഇല്ല. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചത് തന്നെയാണ് മരണകാരണം എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. ജനറേറ്ററിൽ നിന്നാവാം ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് എത്തിയതെന്നും അത് ശ്വസിച്ചായിരിക്കാം ഈ രണ്ട് യുവാക്കൾ മരിച്ചതെന്നുമാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ ഒന്നുകൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. AC യിൽ നിന്നും മറ്റോ ഇത് വന്നോ എന്ന ഒരു കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. അതിനായി കൂടുതൽ വാഹന പരിശോധന മോട്ടോർ വാഹന വകുപ്പും മറ്റു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടുതലായി വാഹന പരിശോധന നടത്തും. മാത്രമല്ല ഇവരുടെ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി അയക്കും. ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഇവരുടെ മരണം സംഭവിച്ചത് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കഴിഞ്ഞിട്ടില്ല. കൂടുതൽ അന്വേഷണം പോലീസ് കടക്കുന്നുണ്ട്. വടകര റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആഷ്മി. ഓക്കെ, മിഥില ബാലനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.